നയനയോട് ഞാൻ ചെയ്ത ദ്രോഹത്തിന്റെ ശിക്ഷയാണ് ഞാനിപ്പോ അനുഭവിക്കുന്നതെന്ന് കിടപ്പിലായ ദേവയാനി മനസ്സിലാക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലോട്ട് കിടക്കാം. എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയ ദേവയാനിയെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. എല്ലാവർക്കും ഒരു സങ്കടം തന്നെയായിരിക്കും ദേവയാനിയുടെ ഈ അവസ്ഥ. കൂടെ നിന്ന് കുറ്റം പറഞ്ഞവരൊന്നും ഇപ്പോ ദേവയാനിയുടെ കൂടെയില്ല. ഒരു റൂമിനുള്ളിൽ അടഞ്ഞു കിടക്കുമ്പോഴുള്ള സങ്കടത്തില് ദേവയാനി പലതും ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. നയന ഓപ്പറേഷന് ശേഷം ഓക്കെ ആയി വരുന്നേ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ പിന്നീട് നയന അനന്തപുരിയിലേക്ക് വരികയാണ്. അതുവരെ ദേവയാനിയെ നോക്കാനൊന്നും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത്രയും സ്നേഹിക്കുന്ന അനാമിക പോലും ദേവയാനിയെ തിരിഞ്ഞു നോക്കി കാണില്ല. അങ്ങനെ ഇരിക്കാണ് ആദർശ് പറയുന്നത് അമ്മയെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കണമെന്ന്. ഇത് കേട്ട നയന പറയുന്നുണ്ട്, എന്തിനാ ആദർശേട്ടാ അമ്മയെ നോക്കാൻ ഹോം നേഴ്സിനൊക്കെ വെക്കുന്നേ? പിന്നെ ഞാൻ എന്തിനാ? ഞാൻ ഇങ്ങ് എത്തിയില്ലേ, ഇനി അമ്മയെ ഞാൻ തന്നെ നോക്കിക്കോളാം. ഈ വാക്ക് ദേവയാനിയുടെ മുൻപിൽ വെച്ചായിരിക്കും നയന പറയുന്നുണ്ടായിരിക്കുക. കുറ്റബോധം കൊണ്ട് ദേവയാനി നയനയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതുവരെ ദേവയാനിയുടെ റൂമിലോട്ടൊന്ന് കടന്നു നോക്കാത്ത അനാമിക നയനെ കാണുമ്പോൾ വല്യമ്മയെ കാണാനായിട്ട് റൂമിലോട്ട് വരികയാണ്. ഇത് കണ്ട് ദേഷ്യത്തോടു കൂടി ദേവയാനി അനാമികയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. എന്നാ മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേവയാനി നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കോ, നിന്നെ സ്നേഹിക്കുന്ന നിന്റെ മരുമകള് ഈ നയന മോള് തന്നെയാ. അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്ക്. നിനക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാ മോള് ചെയ്തിട്ടുള്ളത്. നയന മോളോട് നീ ചെയ്ത ക്രൂരത കാരണാ നീ ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത്. അത് നീ മറക്കണ്ട. മുത്തശ്ശ എന്തിനാ അമ്മയെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? അമ്മ ഇപ്പോൾ ഓക്കെ ആയി വരുന്നല്ലേ ഉള്ളൂ. ഇനി അമ്മ ഈ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നത് വരെ ഞാൻ അമ്മയുടെ കൂടെ തന്നെ കാണും. ആദർശ് അങ്ങനെ ഓഫീസിലോട്ട് പോകുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നിന്ന് പോവാ. അനാമികയും. ഈ നേരത്ത് ദേവയാനിയും നയനയും മാത്രമേ റൂം കാണൂ. അങ്ങനെ ദേവയാനിയുടെ അടുത്ത് നയന ഇരുന്ന ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. നയനയോട് ഒന്നും പറയാനുള്ള ഒരു അർഹത പോലും എനിക്കില്ലല്ലോ എന്നോർത്ത് ദേവയാനി കരയുന്നുണ്ട്. അമ്മ എന്തിനാ കരയുന്നേ? അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. നിന്നെ ഞാൻ എന്തൊക്കെ തരത്തിലാ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. ആരോഗ്യമുള്ള സമയത്ത് എല്ലാവരും കൂടെ കാണും. ഇങ്ങനൊരു കിടക്കുന്ന സമയമാവുമ്പോൾ ഒരാൾ പോലും നമ്മുടെ അടുത്ത് ഇതുപോലൊന്ന് വന്നിരുന്ന് സംസാരിക്കാനോ ഒന്നിനും സമയം കണ്ടെത്തില്ല എന്ന് എൻ്റെ ജീവിതം എന്നെ കൊണ്ട് പഠിപ്പിച്ചു. അമ്മയ്ക്ക് ഞാൻ എന്തായാലും കഞ്ഞി എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് നയന അടുക്കളയിലോട്ട് പോവാണ്. എന്നാൽ ഈ സമയത്ത് നയന ഇവിടെ എത്തിയ കാര്യം അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും അനാമിക വിളിച്ചു പറയുന്നുണ്ട്. അച്ഛാ അവളിങ്ങ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വല്യമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവളാണെന്നാ പറയുന്നേ. ഹോം നേഴ്സിനെ വെക്കാമെന്ന് പറഞ്ഞതാ. അപ്പൊ പറയുന്നത് വേണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാം എന്നാ. ഇനിയിപ്പോ അവളുടെ ഭരണമായിരിക്കും ഇവിടെ. അവള് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നീ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നീ വേണം വല്യമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാനെന്ന്? എന്നാലല്ലേ വല്യമ്മ നിന്റെ കൂടെ നിൽക്കൂ. എത്ര തവണ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു തന്നതാ. അച്ഛാ എനിക്കൊന്നും വയ്യ. അവർക്കേ ഭക്ഷണം വാരി കൊടുക്കണം, കൈ കഴുകി കൊടുക്കണം, ബാത്റൂമിൽ കൊണ്ടുപോകണം, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ നോക്കണം. എനിക്കൊന്നും വയ്യ. ഇതൊക്കെ പറഞ്ഞ് നീ അവിടെ ഇരുന്നോ. അച്ഛൻ പിന്നെ എന്താ പറയുന്നേ? ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? വല്യമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നോ? കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നീ വല്യമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്ക്. നിനക്കവിടെ ഒരു പിടിവള്ളി വല്യമ്മ തന്നെയാ. നയന അമ്മായിയമ്മയെ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ നയനയായിരിക്കും പിന്നെ അനന്തപുരി ഭരിക്കാൻ പോകുന്നത്. നീ അത് മറക്കണ്ട. അച്ഛനിപ്പോൾ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ വല്യമ്മയെ നോക്കണം. നോക്കാം എന്നാ ശരിയെന്നും പറഞ്ഞ് അനാമിക ഫോൺ കട്ട് ചെയ്യാണ്. എന്നാൽ നയന കഞ്ഞിയുമായിട്ട് ദേവയാനിയുടെ റൂമിലോട്ട് വരുന്നുണ്ട്. അമ്മായിയമ്മയെ സോപ്പിടാനായിട്ട് കഞ്ഞിയുമായിട്ട് പോകുന്ന കണ്ടില്ലേ എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. അങ്ങനെ നയന റൂമിലോട്ട് വരുന്ന സമയത്ത് നവ്യയും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ പിടിച്ചു നീപ്പിക്കാനൊക്കെ നവ്യയും സഹായിക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനിക്ക് കഞ്ഞി വായിലിങ്ങനെ കൊടുക്കുന്നുണ്ട്. ഈ സമയത്തായിരിക്കും അനാമിക കയറി വരുന്നത്. ഹോ, സോപ്പിടാനുള്ള ഓരോ കാര്യങ്ങളൊക്കെ നോക്കായിരിക്കും അല്ലേ? വല്യമ്മയല്ലാതെ ഇവളെ വിശ്വസിക്കോ? ഇവളെന്തെങ്കിലും കലക്കിയിട്ടായിരിക്കും വല്യമ്മയ്ക്ക് തരുന്നുണ്ടായിരിക്കുക. അന്ന് ഞാൻ വല്യമ്മയുടെ അടുത്ത് പറഞ്ഞതല്ലേ, വല്യമ്മ കുടിച്ച പാലില് വിഷം കലർത്തിയതേ ഇവളാ വല്യമ്മയെ ഈ അവസ്ഥയിലാക്കിയത്. എന്നാ നവ്യ പറയുന്നുണ്ട്, അനാമികെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങള് നീ പറയാൻ നിൽക്കണ്ട. ഞാനാണോ പറയുന്നേ? വല്യമ്മയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും അറിയാം. ഞാനൊക്കെ വല്യമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ കഞ്ഞി ഇങ്ങ് തന്നെ, ഞാൻ കൊടുത്തോളാം വല്യമ്മയ്ക്ക്. വേണ്ട അനാമികെ, ഞാൻ തന്നെ കൊടുത്തോളാം. ഞാൻ പറഞ്ഞില്ലേ വല്യമ്മയ്ക്ക് ഞാൻ കൊടുത്തോളാം എന്ന്. പിന്നെന്തിനാ എത്ര വാശി? ഇങ്ങ് തന്നേക്ക്. അങ്ങനെ നയന പറയുന്നുണ്ട്, നിനക്കിപ്പോൾ എന്താ അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കണം, എന്നാ നീ തന്നെ അങ്ങ് കൊടുക്കെന്ന് പറഞ്ഞ് അനാമികയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് നയന അങ്ങ് പോകാൻ നേരത്ത് നയനയെ ദേവയാനി വിളിക്കുന്നുണ്ട്. നയനമോളെ നീ അവിടെ നിൽക്കെന്ന് പറയാണ്. അല്ല അനാമികെ, ഞാൻ ഈ വീട്ടിലോട്ട് വന്നിട്ട് കുറച്ച് നാളായി ഈ കിടപ്പ് തുടങ്ങിയിട്ട്. ഈ കിടപ്പില് ആരും എന്നെ ഒന്ന് വന്ന് കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഒന്നുമില്ല. ഒരു പ്രാവശ്യമെങ്കിലും
നീ എനിക്ക് ഇതുപോലെ കഞ്ഞി എടുത്തു കൊണ്ട് തന്നിട്ടുണ്ടോ? നയനയെ ഞാൻ മാറ്റി നിർത്തി നിന്നെ ഞാൻ സ്നേഹിച്ചത്. നീയാണ് എൻ്റെ മരുമകളെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. ഞാൻ എല്ലാം കൊണ്ടും നിന്നെ സ്നേഹിച്ചതല്ലേ. ഒരു തവണ നീ എന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് പോലുമില്ല. ഇപ്പം എവിടുന്നാ നിനക്ക് ഈ സ്നേഹം വന്നത്? ഇപ്പം നയനമോള് വന്നപ്പോ എന്നെ നോക്കാൻ ഇവിടെ മത്സരം അല്ലേ? ആരാരാ എനിക്ക് കഞ്ഞി കോരി തരണ്ടേ എന്നുള്ള എന്തൊക്കെ മത്സരങ്ങളാ ഞാൻ ഈ കാണേണ്ടത്? അത് പിന്നെ വല്യമ്മ ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് കണ്ടാൽ സഹിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാത്തെ. ഓഹോ, അങ്ങനെയാണോ? ഇപ്പം നിനക്ക് സഹിക്കുന്നുണ്ടോ? നീ ഒരു കാര്യം ചെയ്യ്, ആ കഞ്ഞി അങ്ങ് നയനമോളുടെ കൈ കൊടുക്ക്. നിന്റെ അടുത്താ ഞാൻ പറഞ്ഞത്. അങ്ങനെ പതിയെ എഴുന്നേറ്റ് അനാമിക കഞ്ഞി നയനയുടെ അടുത്ത് കൊടുക്കാണ്. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇനി തൊട്ട് നയനയുണ്ട്. നീ ഈ റൂമിലോട്ട് വരണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. എനിക്ക് നിന്നെ കാണുകയും വേണ്ട. ഞാൻ നയനമോളോട് ചെയ്ത ഓരോ കാര്യവും നിനക്ക് വേണ്ടിയിട്ടായിരുന്നു. അവളെ ഒഴിവാക്കി നിന്നെയാ ഞാൻ ചേർത്ത് പിടിച്ചത്. അതിനുള്ള ശിക്ഷ എനിക്ക് നീ തന്നെ തരുന്നുണ്ട്. അതുകൊണ്ട് ഇനി നീ കൂടുതലായിട്ട് എൻ്റെ റൂമിലോട്ട് വന്ന് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത്. എൻ്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുത്. വല്യമ്മേ, ഇവള് പറയുന്നതൊന്നും വല്യമ്മ വിശ്വസിക്കരുത്. വല്യമ്മയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവളാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ആരാണെന്ന് നമുക്ക് വഴിയെ കണ്ടെത്താം. എന്തായാലും നീ ഇപ്പോൾ ഈ റൂമിൽ നിന്ന് പോ. എനിക്ക് നിന്നെ കാണണ്ട. അങ്ങനെ നാണം കെട്ട് അനാമിക റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇത് കണ്ട് അനാമികയോട് ഒരു കളിയാക്കി ചിരി പോലെ നവ്യ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ നവ്യ ദേവയാനിയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മായി എന്തായാലും നന്നായി അങ്ങനെ പറഞ്ഞത്. അവൾക്ക് അങ്ങനെ തന്നെ വേണം. അവൾക്കേ അഹങ്കാരം കുറച്ച് കൂടുതലാ. ഇപ്പോഴെങ്കിലും അമ്മായിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. എല്ലാവരെയും ഞാൻ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. ഈ കിടപ്പാ എന്നെ എല്ലാം മനസ്സിലാക്കി തന്നത്. ഇനി എനിക്ക് നയന മാത്രം മതി. നയനമോൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാനിങ്ങനെ സംസാരിച്ച് കിടക്കാൻ തന്നെ കാരണം നയനയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി എന്നെ എഴുന്നേൽപ്പിച്ച് നടത്താനും നയനയെ കൊണ്ട് സാധിക്കും. ആ വല്യമ്മേ, ഇപ്പോഴെങ്കിലും വല്യമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞുവല്ലോ. എന്നാ ഇനി നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് കഞ്ഞിയൊക്കെ കുടിക്ക്, ഞാൻ ഇങ്ങ് പോട്ടെ എന്നും പറഞ്ഞ് നവ്യ പോവാണ്. അങ്ങനെ നയന വീണ്ടും ദേവയാനിക്ക് കഞ്ഞി ഇങ്ങനെ കോരി കൊടുക്കുകയാണ്. താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് ദേവയാനിക്ക് മനസ്സിലാവുന്നുണ്ട്. നയനയുടെ നല്ല സ്വഭാവം ദേവയാനി മനസ്സിലാക്കുന്നുണ്ട്. അനാമികയ്ക്ക് ഇനി ഒരിക്കലും ദേവയാനിയുടെ മനസ്സിൽ ഒരു സ്ഥാനമില്ല എന്ന് അനാമിക മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അതേപോലെ വേണുവിനോടും രേവതിയോടും വിളിച്ചു പറയാണ്. ഇന്ന പോലെയൊക്കെ നടന്നു എന്ന്. അത് ദിവസവും നമ്മൾ കാണുന്നതാണ്. വീട്ടിലെ ചെറിയൊരു കാര്യം നടന്നാലും അമ്മയോടും അച്ഛനോടും കാര്യങ്ങൾ വിളിച്ചു പറയും. അതേപോലെ തന്നെ ഇക്കാര്യം വിളിച്ചു പറയുന്ന സമയത്ത് വേണുവും രേവതിയും പറയുന്നുണ്ട്, മോള് വിഷമിക്കാതിരിക്കുക, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. വേണ്ട അച്ഛാ, ഇങ്ങോട്ട് വരണ്ട. ഇതുവരെ വല്യമ്മയെ കാണാനായിട്ട് അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഇനി വന്നു കഴിഞ്ഞാൽ വല്യമ്മ നിങ്ങളെയും നാണം കെടുത്തി ആ റൂമിൽ നിന്ന് പുറത്താക്കും. അതിലും നല്ലതേ വരാതിരിക്കുന്നതാ. കുറച്ച് വൈകിയാണെങ്കിലും ദേവയാനി സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ടുള്ള എപ്പിസോഡാണ്. ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബായ്.